കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, hope you are all keeping well and good. So welcome back to IGNO Focus 4.0. Previous year question paper ultimate analysis. ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മളിപ്പോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. MMTT 002 ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പർ ഫോർ MSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ആസ് യു ഓൾ നോ, MMTT 002 എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പറാണ്. നമ്മുടെ ഈ ഒരു സെഷനിൽ ജൂൺ എക്സാമിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ജൂൺ ടെർമിനൽ എൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പാറ്റേൺസ്, അതിലെ സിലബസ് മാപ്പിംഗ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസും അതുപോലെ തന്നെ ഒഫീഷ്യൽ സിലബസിന്റെയും ഒരു അനാലിസിസ് എടുത്ത് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ എക്സാംസിൽ ഏതൊക്കെ ഏരിയാസ് ആണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ക്വിക്ക് അനാലിസിസ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ സെഷന്റെ ലാസ്റ്റ് നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെഷനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോകുന്നുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഇസ് സിലബസ് മാപ്പിംഗ്. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ സിലബസിനെ, നിങ്ങളുടെ MMTT 002 ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പറിനെ ഹോൾ ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആയിട്ടാണ്. അപ്പൊ ഓരോ ബ്ലോക്സിലും യൂണിറ്റ്സിലും എത്ര തവണ അല്ലെങ്കിൽ റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ വെയിറ്റേജ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എത്ര പ്രാവശ്യം അത് വന്നിട്ടുണ്ട്, ഹൈ യീൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ള ഐഡന്റിഫിക്കേഷൻ ആണ് സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസ് ഇട്ട് ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റിവ്യൂ, അതായത് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കണ്ടുവരുന്നത്, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻസ് കൂടുതൽ ക്രൂഷ്യൽ ആക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസിൽ നോക്കാൻ പോകുന്നത്. ദെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനെയാണ് നമ്മൾ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറയുന്നത്. Then we'll go for the topic probability and predictions based on the understanding. നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് ഇനി പ്രോബബിലിറ്റി ഉള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു എക്സാമിന് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളതാണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസിൽ വരുന്നത്. ദെൻ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ എല്ലാത്തിനെയും ബേസ് ചെയ്തുകൊണ്ട്, നമ്മളുടെ ഇപ്പോഴത്തെ അനാലിസിസിനെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ പറയാണ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും പേപ്പർ വരാനുള്ള ചാൻസ് എന്നുള്ള രീതിയിൽ പറയുന്നതിനെയാണ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. ടുവേർഡ്സ് ദ ലാസ്റ്റ് ഓഫ് ദ സെഷൻ നമ്മൾ അതും കവർ ചെയ്യുന്നതായിരിക്കും. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഈ പ്രെഡിക്റ്റീവ് പേപ്പറിൽ തന്നെ മോഡൽ റെസ്പോൺസസ് മാർക്കിംഗ് സ്കീം വെച്ചിട്ട് നമ്മൾ അതും ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒന്ന് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ പോയിന്റ്സിനാണ് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കുറച്ചും കൂടെ നോക്കേണ്ടത്, ഏത് രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. ആൻസർ നമുക്ക് പല രീതിയിലും എഴുതാലോ, ബട്ട് എന്ത് രീതിയിൽ എഴുതുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം വഴി നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ദ മെത്തഡോളജി കോൾ ഔട്ട്. മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇനി അതായത് എക്സാം ആവുമ്പോഴത്തേക്കും ഇനി നിങ്ങൾ എന്തൊക്കെ മെത്തഡോളജി അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണ് ഇനി അങ്ങോട്ട് നിങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് എ ഗുഡ് മാർക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റാനായിട്ട് എന്തൊക്കെ മെത്തഡോളജിയാണ് ഇനി നിങ്ങൾ ഇതിനകത്ത് പുട്ട് ഫോർവേഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെത്തഡോളജി കോൾ ഔട്ട് വഴി നമ്മൾ ചെയ്യുന്നത്.
സോ ഫസ്റ്റ് സെഷൻ ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. നമുക്ക് അത് ആദ്യം നോക്കാം. ബ്ലോക്ക് 1 എടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 സിമിലാരിറ്റി, അതായത് മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. 11 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ യൂണിറ്റ് 2 പോകുമ്പോൾ നമ്മുടെ ജോർദൻ കനാനിക്കൽ ഫോം, എല്ലാവർക്കും ലീനിയർ ആൾജിബ്ര പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ജോർദൻ കനാനിക്കൽ ഫോം എന്ന് പറയുന്നത്. അതും ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ ഈ യൂണിറ്റ് 1 തന്നെ ഡയഗണലൈസബിലിറ്റി എന്ന് പറയുന്നതും ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ 11, 10, 13, 12. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് 3 സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റിൽ നമ്മുടെ സിമിലർ മെട്രിക്സും പ്രൈമറി ഡീകമ്പോസിഷൻ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ബ്ലോക്ക് 1 നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ മെട്രിക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഡയഗണലൈസബിലിറ്റി, ജോർദൻ കാനോനിക്കൽ ഫോം, സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ബ്ലോക്ക് 1 നിങ്ങൾ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ പിന്നെ ഡിസ്ക്രീറ്റ് സിസ്റ്റം ഇവാലുവേഷനിലും മീഡിയം ആയിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് 5th 1 സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ആണ്. സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ക്വസ്റ്റ്യൻസും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ, അതുപോലെ തന്നെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ, SVD മെത്തേഡും പിന്നെ അതുപോലെ തന്നെ QR ഡീകമ്പോസിഷനും. ഈ 3 മെത്തേഡ്സും സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ, SVD ആൻഡ് QR ഡീകമ്പോസിഷൻ, അതായത് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ, QR ഡീകമ്പോസിഷൻ ആൻഡ് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ, ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. 10, 11, 10 എന്നുള്ള രീതിയിലാണ് ഇതിന്റെ അപ്പിയറൻസ് വരുന്നത്. പിന്നെ വളരെ കുറവായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്നാൽ താരതമ്യേന നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ലെവലിൽ വരുന്നതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് ഓർത്തോ നോർമൽ ബേസിസ്. നമ്മുടെ ബേസിസ് ചേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല, അതായത് ഒരു 2x2 മെട്രിക്സിൽ നിന്ന് നമ്മൾ അതിനെ 2x1 മെട്രിക്സ് ഒക്കെ ആക്കുന്നത്, ചേഞ്ച് ഓഫ് ബേസിസ്, അത് തുടക്കത്തിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും അത്യാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ ചേഞ്ച് ഓഫ് ബേസിസ്, മേ ബി ചേഞ്ച് ഓഫ് ബേസിസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരില്ലായിരിക്കും. ചേഞ്ച് ഓഫ് ബേസിസ് ചെയ്തിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ കൂടെ ചോദിക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. സോ അതും നിങ്ങൾ നല്ലപോലെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം യൂണിറ്ററി സിമിലാരിറ്റി ഓഫ് മെട്രിസസ്, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, സ്ക്വയർ ഫിറ്റിംഗ് മെത്തേഡ് ഇല്ല, അതായത് കുറെ പോയിന്റ്സിനെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഫിറ്റിംഗ് ചെയ്യുന്ന ഡാറ്റ അനാലിസിസിൽ വരുന്നതാണ്. അപ്പൊ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് മെത്തേഡ്, നോർമൽ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ പോസിറ്റീവ് ഡെഫിനിറ്റ് ഓപ്പറേറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് SVD, ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ ഇതിലെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ 3 ഡീകമ്പോസിഷൻ മെത്തേഡ്, അതുപോലെ തന്നെ കഴിഞ്ഞതിലാണെന്നുണ്ടെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഡയഗണലൈസബിലിറ്റി, ജോർദൻ കാനോനിക്കൽ ഫോം ആൻഡ് സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഇതിലെ സ്കോറിംഗ് ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് 10 ടൈംസ്, 11 ടൈംസ്, 13 ടൈംസ് ഒക്കെ ചോദിച്ച് അപ്പിയർ ചെയ്ത് കണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ലോ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് വെച്ചാൽ 5ൽ താഴെ തവണ അത് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലോ പ്രയോറിറ്റി ലിസ്റ്റിലിടും. പിന്നെ മീഡിയം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 5 to 9 എന്ന് പറയുന്ന ഒരു ബാറിൽ എടുക്കുന്നതിനെയാണ് നമ്മൾ മീഡിയം പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ ബാർ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബാർ ഡയഗ്രാം എടുത്ത് നോക്കുമ്പോൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ബ്ലോക്ക് 1 ഒട്ടും പിന്നിലല്ല. നമ്മൾ നോക്കുമ്പോൾ റിലേറ്റീവ്ലി ഇതിന് സെയിം ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. സോ ബോത്ത് ബ്ലോക്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കൊന്നും കളയാനായിട്ട് പറ്റില്ല. എങ്കിലും ബ്ലോക്ക് 2 കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 70 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്നാൽ ഇത് ഒരു 68, 69 ആ റേഞ്ചിൽ നമ്മുടെ ബ്ലോക്ക് 1 വരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പ് ഇൻ ദ സെൻസ് നമ്മളൊരു അനാലിസിസ് ചെയ്യുന്നതാണ്. അപ്പൊ കളർ കോഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡാർക്കർ കളർ ഷോ ചെയ്യുന്നത് ഹൈ പ്രയോറിറ്റി, അതുപോലെ ലൈറ്റർ കളേഴ്സ് ഷോ ചെയ്യുന്നത് ലോ പ്രയോറിറ്റി ആണ്. ആൻഡ് നമ്മൾ ജസ്റ്റ് ബാർ കൊടുത്തിരിക്കുന്നത് നോട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. സോ ഇതിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിരിക്കുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. പിന്നെ അതിനുശേഷം യൂണിറ്റ് 6, ബ്ലോക്ക് 2 യൂണിറ്റ് 6ഉം അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 4ഉം. നേരത്തെ നമ്മുടെ മാപ്പ് വഴി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും
ഈ ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പാരിറ്റീവ്ലി യൂണിറ്റ് 4ഉം യൂണിറ്റ് 6ഉം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഈ 2 സെക്ഷനിൽ തന്നെ മാത്രം നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2ഉം യൂണിറ്റ് 3ഉം ആണ് ഇമ്പോർട്ടന്റ്. ദെൻ കംസ് ദ ബ്ലോക്ക് 2 യൂണിറ്റ് 5. അതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ഈ ഒരു ഹീറ്റ് മാപ്പ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്ലോക്ക് 1നും ബ്ലോക്ക് 2നും കമ്പാരിറ്റീവ്ലി ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ബട്ട് കുറച്ചും കൂടെ കൂടുതൽ ഒരു അപ്പർ ഹാൻഡ് വരുന്നത് എപ്പോഴും ബ്ലോക്ക് 2നാണ്. ബിക്കോസ് 26+26 കുറച്ചും കൂടെ ഹയർ പ്രോബബിലിറ്റി ആണ് ദാൻ ദ 36 എലോൺ. ഓക്കെ, ഇനി ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടോപ്പ് 3 ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ഇസ് ഓഫ് കോഴ്സ് നമ്മുടെ ജോർദൻ കാനോനിക്കൽ ഫോം ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്നതാണ്. ഈ ടോപ്പിക് 13 പ്രാവശ്യമൊക്കെ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതായത് ചിലപ്പോൾ ബ്രോഡർ ആയിട്ടുള്ള പ്രോബ്ലത്തിന് അകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ജോർദൻ കാനോനിക്കൽ ഫോം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോർദൻ കാനോനിക്കൽ ഫോമിൽ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് സ്കോർ കൂട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്നതാണ്. ഇത് റിപ്പീറ്റഡ്ലി നമ്മുടെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ കാൽക്കുലേഷൻസിൽ ചോദിക്കുന്നതാണ്. റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ ലെവലിലും നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ് ടു ബി ഇൻ എ ഡയറക്റ്റ് വേ. അതായത് സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നോക്കരുത്. ബട്ട് ഇറ്റ് വിൽ ബി എംബെഡഡ് ഇൻസൈഡ് എ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനകത്തോ അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനകത്തോ ആയിരിക്കും ഇത് വരുന്നുണ്ടാവുക. സോ നിങ്ങളപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ് ഇൻ യുവർ മൈൻഡ് ഇറ്റ് മൈറ്റ് കം ഫ്രം ദ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൽ നിന്നായിരിക്കാം ആ ഒരു വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിക്കപ്പ് ഫോർ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. കൺസെപ്ച്വൽ ബേസ്ഡ് അല്ലെങ്കിൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനും പിന്നെ QR ഡീകമ്പോസിഷനും ഇത് ഓൾറെഡി യൂണിറ്റ് 6 ബ്ലോക്ക് 2 വരുന്നതാണ്. ഇത് നിങ്ങൾ ഓൾറെഡി കുറെ പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. പ്രോബ്ലംസ് ദാറ്റ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാത്തതല്ല നിങ്ങളുടെ ആദ്യം പ്രോബ്ലം വരുന്നത്. സ്പീഡ്, ആക്യുറസി, അതുപോലെ തന്നെ കറക്റ്റ്നെസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വാല്യൂ ചെയ്യേണ്ടത്. അപ്പൊ ഇതുകൊണ്ട് ഡയറക്റ്റും അപ്ലൈഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 ടൈംസ് ഒക്കെ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ യു ഹാവ് ടു മാസ്റ്റർ ഇറ്റ്. നല്ലപോലെ ചെയ്ത് തന്നെ പഠിക്കണം. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പ്രോബ്ലം തെറ്റി എന്നുള്ളത്. ഈവൻ ദ ഫൈനൽ ആൻസർ വിൽ ബി ലുക്കിംഗ് ഗുഡ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് ഫൈനൽ ആൻസർ തെറ്റി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയാണ്. സോ ഇതും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. യൂണിറ്റ് 6 ഓഫ് ബ്ലോക്ക് 2. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇനി എക്സാം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നതാണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി 2 to 5 മാർക്സ് ആയിരിക്കും അതിനുണ്ടാവുക. അതിന് കാൽക്കുലേഷൻസ് ആണ് നമ്മൾക്ക് കൂടുതൽ വേണ്ടത്. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 30 to 80 വേർഡ്സ് ആണ്. ബട്ട് സിൻസ് ഇറ്റ് ഇസ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ കാൽക്കുലേഷൻസ് കറക്റ്റ് ആക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൈം ഒബ്ജക്റ്റീവ് ആയിട്ട് ഉണ്ടാവേണ്ടത്. പിന്നെ പ്രൂഫ് ബേസ്ഡ് എസ്സേ. പ്രൂഫ് ബേസ്ഡ് എസ്സേസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരുന്നുണ്ടാവും. ടിപ്പിക്കലി 5 to 10 മാർക്സ് സ്കോർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അതിന് 100 to 200 വേർഡ്സ്, വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 200 വേർഡ്സ് ആണ്. സോ ഇവിടെ നിങ്ങൾ വേർഡ്സിനേക്കാൾ കൂടുതൽ ഗീവ് മാത്തമാറ്റിക്കൽ പ്രൂഫ്സ് ഫോർ ഓൾ ദി പ്രൂഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. മാത്തമാറ്റിക്കൽ പ്രൂഫ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ അപ്പീലിംഗ്. ഇനി ഷോർട്ട് തിയററ്റിക്കൽ ആൻസേഴ്സ് 2 to 4 മാർക്സ് ഒക്കെ വരുന്നതാണ്. അതിനൊരു 30 to 60 വേർഡ്സ് മതി. പിന്നെ ട്രൂ ഓർ ഫോൾസ് പ്ലസ് ജസ്റ്റിഫൈ ക്വസ്റ്റ്യൻസ്. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതുന്നതിന് പകരം ജസ്റ്റ് ഹൈലൈറ്റ് ഇട്ട് ഏതാണ് ക്വസ്റ്റ്യൻ, അതൊരു 1 to 2 മാർക്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് അനാലിസിസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എടുത്ത് എഴുതണം. വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് എഴുതണം. നിങ്ങളൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് എഴുതി വെക്കുന്നതിനല്ല, നിങ്ങളുടെ ആൻസർ വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതുന്നതിനാണ് ഇവിടെ മാർക്ക് വരുന്നത്. ഇനി അപ്ലിക്കേഷൻ ഓർ കേസ് സ്റ്റഡി, അത് 3 to 5 മാർക്സ് ആണുള്ളത്. അത് 50 to 100 വേർഡ്സ് ആണ്. ഈ പറഞ്ഞതുപോലെ കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കീപ് ആൻ ഐ ഓൺ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാം. ഡെഫിനിഷൻസ് ആൻഡ് ലിസ്റ്റിംഗ്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സിനെ ലിസ്റ്റ് ചെയ്യാനോ ഡിഫൈൻ ചെയ്യാനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 1 to 2 മാർക്സ് ഒക്കെ അതിന് വരുന്നുള്ളൂ. 15 to 30 വേർഡ്സ് ഒക്കെയാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യേണ്ടത്? ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടേഷണൽ സ്കില്ലിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ എബിലിറ്റി ടു ഡു പ്രോബ്ലംസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലംസ്, അതൊക്കെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലത്തിനകത്ത് നിന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുന്നത്. അത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ദോ ഇത് 2 to 5 മാർക്സേ ഉള്ളൂ എന്നുണ്ടെങ്കിലും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഫൈനൽ ആൻസർ ഷുഡ് ബി ഇൻ എ ബോക്സ്. നമ്മളെ ഫൈനൽ ആൻസർ ഒരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി എന്താ പറയാ അപ്പീലിംഗ്. നമ്മുടെ എക്സ്റ്റേണൽസിന് കാണുമ്പോൾ തന്നെ ഓക്കെ ദിസ് ഇസ് ദ ആൻസർ എന്ന് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ബോക്സ് വരച്ചു വെക്കുക. അതിന് ചുറ്റും ഒരു ബോക്സ് വരച്ചു വെച്ച് കഴിഞ്ഞാൽ കൺസൈസ് ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുക. വാരി വലിച്ച് കുറെ കാൽക്കുലേഷൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടു ദ പോയിന്റ് കാൽക്കുലേഷൻസ് ചെയ്യുക. നമ്മളുടെ ഒരു സൈഡിൽ ഒരു വർക്കിംഗ് കോളം ചെയ്തിട്ട് അതിനകത്ത് കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്തോളൂ. ബട്ട് ദി ആൻസർ ഷുഡ് ബി ഇൻ എ കൺസൈസ് പ്രിസൈസ് വേ. നല്ലൊരു വൃത്തിയിലെ ആൻസേഴ്സ് എഴുതാനായിട്ട് നോക്കുക. ഇതിനങ്ങനെ വേർഡ് കൗണ്ട് ഒന്നും മാറ്റർ ചെയ്യുന്നില്ലല്ലോ, ബിക്കോസ് യു ആർ ഡൂയിങ് കാൽക്കുലേഷൻസ് അല്ലെ. ഇനി പ്രൂഫ് ബേസ്ഡ് എസ്സേ, ഇതിന് നമ്മുടെ ലോജിക്കൽ റീസണിങ് ആണ് വേണ്ടത്. മാത്തമാറ്റിക്കൽ പ്രൂഫും വേണം, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് വേണം. ഷോ എവറി ഹെർമിഷ്യൻ മെട്രിക്സ് ഇസ് നോർമൽ എന്ന് പറയുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഹെർമിഷ്യൻ മെട്രിക്സിനെ പറ്റിയിട്ട് 1 or 2 ലൈൻസ് എഴുതുക. then you are validating proof based on that. ഇതിനെ ബേസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് നിങ്ങൾ എഴുതുക. സ്ട്രക്ചർ ഇറ്റ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഷോസ് ദ ഹോൾ ഡെഫിനിഷൻ ആൻഡ് ഇറ്റ് ഇസ് ഹാവിംഗ് എ കംപ്ലീറ്റ് ഓഗ്മെന്റേഷൻ. എല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് ഡെഫിനറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം ഡെപ്ത് ആവശ്യമുള്ള ഒരു ഏരിയ ആണ് പ്രൂഫ് എന്ന് പറയുന്നത്. 5 to 10 മാർക്സ് ആയതുകൊണ്ട് തന്നെ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാല് ഈവൻ പാസ് മാർക്ക് വരെ കിട്ടാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് പ്രൂഫ് ബേസ്ഡ് എസ്സേ എന്ന് പറയുന്നത്. സോ അത് ഒരിക്കലും വിടാതെ നിങ്ങൾ എഴുതാനായിട്ട് നോക്കാം. Then short theoretical answers like define positive definite metric, state spectral theorem. ഇതിനൊക്കെ പ്രിസൈസ് എക്സ്പ്ലനേഷൻ അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതായത് 2 to 4 മാർക്സ്, അതായത് 1 or 2 സെന്റൻസസിൽ ക്ലിയർ ആയിട്ടൊരു എന്താ പറയാ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൊടുക്കുക. ബ്രിവിറ്റി വിത്ത് കറക്റ്റ്നെസ് ഇസ് വാല്യൂഡ്. അതായത് നമ്മൾ പറയുന്ന പോയിന്റിലെ കറക്റ്റ്നെസ് 1 or 2 ലൈൻ എഴുതുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ആ പോയിന്റിൽ എത്രത്തോളം വേർഡ്സ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടിരിക്കും ഷോർട്ട് തിയററ്റിക്കൽ ആൻസേഴ്സിൽ നമുക്ക് വരുന്നത്. ദെൻ ട്രൂ ഓർ ഫോൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. ഇതിൽ നിങ്ങളുടെ കൺസെപ്ച്വൽ ആൻഡ് തിയററ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ സ്കിൽസ് ഒക്കെയാണ് ഇതിനകത്ത് നോക്കുന്നത്. സോ യു ഹാവ് ടു സ്റ്റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 or 3 സെന്റൻസസിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം എന്നത് ഓക്കെ, അത് കമ്പൽസറി ആണ്. അതിൽ കൂടുതൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് എടുത്ത് എഴുതണം. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ, hence the statement is false. From the mathematical steps it is stated that the statement is false അല്ലെങ്കിൽ statement is true എന്ന് പറഞ്ഞിട്ട് ട്രൂ ഓർ ഫോൾസ് ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ബിക്കോസ് ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അനാലിസിസ് ചെയ്യുമ്പോഴത്തേനും. ഇപ്പൊ ബ്ലോക്ക് 1 ജോർദൻ കാനോണിക്കൽ ഫോം ആണെന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്കൊരു ലാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും 35 മാർക്സ്, അതായത് ടോട്ടൽ
ഇപ്പൊ 100 മാർക്സ് ആണ് എന്നുണ്ടെങ്കിൽ 100 മാർക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള പെർസെന്റേജാ പറയുന്നത്. 35% ജോർദൻ കാനോണിക്കൽ ഫോം ആണ് വരുന്നത്. പിന്നെ 30% അപ്ലിക്കേഷൻ ഓഫ് യൂണിറ്ററി മെട്രിക്സസ് അതിന്റെ പോർഷനിലാണ് വരുന്നത്. അതും 30 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പോസിറ്റീവ് ഡെഫിനിറ്റ്നെസ് എന്ന് പറയുന്നത് 20%, മെട്രിക് ഡീകമ്പോസിഷൻ 15%. ഏറ്റവും പെർസെന്റേജ് കൂടുതൽ വരുന്നത് ഏതാണ്? നമ്മുടെ ജോർദൻ കാനോണിക്കൽ ഫോം ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ട്രെൻഡ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഒരു എന്താ പറയാ ഷാർപ്പ് അല്ലെങ്കിൽ കൂടെ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആണ് അത് കാണിക്കുന്നത്. പ്രൂഫ് ബേസ്ഡ് ക്വസ്റ്റ്യന് ഒരു ഡിക്ലൈനിങ് ട്രെൻഡും ബാക്കി രണ്ടും അതിന്റെ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് സ്റ്റഡി ഇൻക്രീസ് ആയിട്ട് പോവാണ്. നമ്മുടെ SVD, QR അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ പ്രൂഫ് ബേസ്ഡ് എസ്സേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ് ഡിക്ലൈനിങ് ആണ്. ബട്ട് എന്താ പറയാ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കുത്തനെയുള്ള ഒരു ഇതല്ല. മാത്തമാറ്റിക്സുകാർക്ക് ഒരിക്കലും ഗ്രാഫ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ട്രെൻഡ് മനസ്സിലാക്കാവുന്നതാണ്. അതിനൊരു ഷാർപ്പ് ഡിക്ലൈനിങ് ഒന്നുമില്ല, ബട്ട് സ്റ്റഡി ആണ്, ബട്ട് ഡിക്ലൈനിങ് ട്രെൻഡ് ആണ്. ബാക്കി രണ്ടെണ്ണം നോക്കുമ്പോഴത്തേനും ഏറെക്കുറെ സെയിം വെയിറ്റേജ് പോലെയാണ് വരുന്നത്. ബട്ട് അത് രണ്ടും കമ്പൽസറി ആയിട്ടുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്തുനിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ ടിപ്പ് എങ്ങനെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്യേണ്ടത്? സോ കൺസിഡർ നമ്മൾ ഒരു 3 hour എക്സാം ആണ് എഴുതുന്നത്. 100 മാർക്സിന്റെ ഒരു പേപ്പർ ആണ് നമ്മൾ എഴുതുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കും? നിങ്ങൾക്ക് ഇപ്പൊ 100 മാർക്സിന്റെ പേപ്പർ ആയിരിക്കണം എന്നില്ല, ബട്ട് ഓവറോൾ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നത്. സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പെർസെന്റേജ് ഓഫ് ടൈം ഞാൻ പറയാം. അതായത് ന്യൂമറിക്കൽ അല്ലെങ്കിൽ കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യന് ഒരു 45% ഓഫ് നിങ്ങളുടെ ടോട്ടൽ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുക. 42 to 45% ടൈം നിങ്ങൾ അതിനകത്ത് അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നാൽ കൂടെ യു ക്യാൻ മാനേജ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പോൾ ആ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യന് 45% ഓഫ് യുവർ ടൈം നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 25 to 28% ഓഫ് ദ ടൈം നിങ്ങൾക്ക് പ്രൂഫ് ബേസ്ഡ് ക്വസ്റ്റ്യന് കൊടുക്കാം. എന്തുകൊണ്ട് ഇതിന് സമയം കുറവ് എന്ന് ചോദിച്ചാൽ പ്രൂഫ് ഇസ് ഓൾറെഡി നിങ്ങൾ പഠിച്ച സംഭവങ്ങൾ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ യു ഡോണ്ട് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഓൾ. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാവുന്നതാണ്. എഴുതാനുള്ള ആ ഒരു സമയമാണ് ഈ 25 to 28% എന്ന് പറയുന്നത്. ബട്ട് ന്യൂമറിക്കൽ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മെത്തേഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് ആ ഫ്ലോയിൽ അത് കിട്ടണം. സോ ഇറ്റ് ടേക്സ് എ ഹോൾ ലോട്ട് ഓഫ് എ ഷെയർ. അതുകൊണ്ടാണ് അതിന് 45%ഉം ഇതിന് 28%ഉം വരുന്നത്. പക്ഷെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? പ്രൂഫ് ബേസ്ഡ്, എസ്സേ ബേസ്ഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഷോർട്ട് തിയററ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിനൊരു 80% ഓഫ് ദ ടൈം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 80% ഓഫ് ദ ടൈം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇനി എല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റി വച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്. നോർമലി മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് എവിടെയാണ്? നമ്മുടെ ന്യൂമറിക്കൽ ആൻഡ് കാൽക്കുലേഷൻ ബേസ്ഡിലായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വെട്ടി വീണ്ടും എഴുതണം എന്നുണ്ടെങ്കിലും ജസ്റ്റ് 10 minutes is enough for you. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നല്ലപോലെ ഇതാക്കുക. അതുപോലെ ഈ ടൈമിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അബൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സെക്ഷനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ യു ക്യാൻ കം ബാക്ക് ആൻഡ് കംപ്ലീറ്റ് ദ പ്രോബ്ലം. ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലിവ് ഇറ്റ് ദെയർ ആൻഡ് ഗോ ഫോർ ദി അതർ ക്വസ്റ്റ്യൻ ആൻഡ് കം ബാക്ക് ലേറ്റർ. ഈ കം ബാക്ക് ലേറ്റർ നിങ്ങളുടെ തലയിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. ഓക്കെ, വി ഹാവ് ലെഫ്റ്റ് എ ക്വസ്റ്റ്യൻ ദെയർ എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്ന് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സോ ദാറ്റ് നിങ്ങളുടെ സ്കോർ മൊത്തത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും ഈ പൊട്ടൻഷ്യൽ പേപ്പറിന്റെ ഒരു അനാലിസിസ് വെച്ചിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജോർദൻ കാനോണിക്കൽ ഫോം ഫോർ എ ഗിവൺ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ കാനോണിക്കൽ ഫോം കണ്ടുപിടിക്കാനായിട്ട് പറയുന്ന 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ QR ഡികമ്പോസിഷൻ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ QR ഡികമ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട്. അതും 8 തവണയൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിറ്റർമൈൻ വെദർ എ മെട്രിക്സ് ഇസ് പോസിറ്റീവ് ഡെഫിനിറ്റ് ഓർ നോട്ട്. അപ്പൊ ഇതിന് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? 7 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ യുവർ കൺക്ലൂഷൻ ഷുഡ് ബി the given matrix is a positive definite അല്ലെങ്കിൽ the given matrix is not a positive definite എന്നതായിരിക്കണം നിങ്ങളുടെ അവസാനത്തെ വരി എന്ന് പറയുന്നത്. വെദർ ഓർ നോട്ട്, ട്രൂ ഓർ ഫോൾസ്,
ഇന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ അണ്ടർലൈനിങ് ആയിട്ട് ആണോ അല്ലയോ എന്ന് എഴുതുന്നതിനാണ് കൺക്ലൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ എന്ന് പറയുന്നത് നിർബന്ധമാണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ. പിന്നെ ഫൈൻഡ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഓഫ് എ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് മോർ പെൻട്രോസ് ഇൻവേഴ്സ്. അപ്പൊ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനും വന്നിട്ടുണ്ട്, മോർ പെൻട്രോസ് മെത്തേഡും വന്നിട്ടുണ്ട്. അത് 7 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചെക്ക് ഇഫ് എ മെട്രിക്സ് ഓർ ഓപ്പറേറ്റർ ഇസ് ഡയഗണലൈസബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയഗണലൈസബിലിറ്റി ഇസ് സോ ഇമ്പോർട്ടന്റ് ദാറ്റ് ഇറ്റ് ഇസ് ഹാവിംഗ് എ ഹൈ പ്രയോറിറ്റി എന്നുള്ളത്. ഇഫ് സോ ഡയഗണലൈസ് ഇറ്റ് ആൻഡ് ഫൈൻഡ് എ സ്യൂട്ടബിൾ ബേസിസ്. എന്നിട്ട് ബേസിസ് കണ്ടുപിടിക്കാൻ 6 തവണ അതും അപ്പിയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഓൾ പോസിബിൾ ജോർദൻ ഫോംസ് ഓഫ് എ മെട്രിക്സ് വിത്ത് എ ഗിവൻ മിനിമൽ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് പോളിനോമിയൽ. അപ്പം ഒരു ജോർദൻ ഫോം കണ്ടുപിടിക്കാൻ മാത്രം പോരാ, നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും കൂടെ അതിനകത്ത് ആ സ്റ്റെപ്പിൽ വരുന്ന ഇത് തന്നെയാണ്. അത് ജസ്റ്റ് അവർ എഴുതി എന്നേ ഉള്ളൂ. അപ്പം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഇതിൽ ഹൈലൈറ്റ് ചെയ്തത് കൊണ്ട് ബോക്സ് ഇട്ടാറ്റു. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടുമ്പോൾ അതൊന്ന് ബോക്സ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി മോർ അപ്പീൽ. അത് 6 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. എഗെയിൻ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ആ 10 ടൈംസ് വന്നിട്ടുണ്ട്. സോ വീണ്ടും എടുത്തു പറയുന്നു, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യന് you have to state it whether it is true or false. So the conclusion should be the answer is true or the answer is false. അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ അതിന് ബേസ് ചെയ്യണം. പിന്നെ ഫൈൻഡ് ദ സ്പെക്ട്രൽ ഡികമ്പോസിഷൻ ഓഫ് എ ഗിവൻ മെട്രിക്സ്. സ്പെക്ട്രൽ ഡികമ്പോസിഷൻ ചെയ്യാനാണ് 7 തവണ അത് കണ്ടിട്ടുണ്ട്. പിന്നെ സോൾവ് ദ ഗിവൻ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതും 7 തവണ കണ്ടിട്ടുണ്ട്. Find the matrix representation of the linear transformation with respect to specified basis. Okay, linear transformation നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതാണ്. 6 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസി ടേബിൾ പറയുന്നതാണ്. ജോർദൻ കാനോണിക്കൽ ഫോം ബ്ലോക്ക് 1 യൂണിറ്റ് 2 വരുന്നത് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് മാർക്ക് അത് പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 4.5 ആണ്. പിന്നെ 4.5 വരുന്ന SVD, പിന്നെ മോർ പെൻട്രോസ് ഇൻവേഴ്സ് ചെയ്യുമ്പോഴാണ്. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്. പിന്നെ നോക്കുമ്പോൾ 3.5 ആണ് ഡയഗണലൈസബിലിറ്റി. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 6 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ QR ഡികമ്പോസിഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്. അത് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് മാർക്സ് 4 ആണ്. പിന്നെ ഉള്ളത് പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 4.5 സോൾവ് ദ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്, ട്രൂ ഓർ ഫോൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. അത് എല്ലാ ബ്ലോക്സിനും വരുന്നതാണ്. എസ്പെഷ്യലി അതൊരു കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. പിന്നെ 3.5 റേറ്റിംഗ് വരുന്നത് സ്പെക്ട്രൽ ഡികമ്പോസിഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5. പിന്നെ 3 വരുന്നത് നമ്മുടെ ജോർദൻ ഫോം ഗിവൻ പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് ജോർദൻ ഫോം കണ്ടുപിടിക്കാനും മിക്സഡ് ട്രാൻസ്ഫോർമേഷൻ സ്പെസിഫിക് ബേസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെ നോക്കി കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരു വിഷ്വലൈസേഷൻ, ഒരു പൈ ചാർട്ട് റെപ്രസെന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35% നമ്മുടെ എന്താ പറയാ ഇത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ടോപ്പ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 65% ആണ്. ബാക്കി 35% ആണ് വരുന്നത്. അപ്പൊ അത് ആ ഒരു ഷെയർ നമ്മൾ നോക്കുകയാണ് അതിന്റെ. അപ്പം ഈ ഒരു ഇതുവഴി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണ് നമ്മുടെ പൈ ചാർട്ട് റെപ്രസെന്റേഷനിൽ നിന്ന് പറയുന്നത്. So the caption is the share of top 10 repeated questions in total. Total top 10 repeated questions എങ്ങനെയാണ് അതിന്റെ ഷെയർ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ എങ്ങനെ, ഇതൊരു അഡ്വൈസ് പാനലാണ്, അതായത് സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇനി പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളത്.
നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം, ബട്ട് എങ്ങനെയാണ് നിങ്ങൾ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിട്ട് ആ സ്കെഡ്യൂൾ നമുക്ക് നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. പ്രാക്ടീസ് ഈച്ച് ടോപ്പ് 10 ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണം. ആൻഡ് അതിന് എക്സാം പ്രഷർ ആകുമ്പോഴത്തേനും നിങ്ങൾ എന്താ പറയുക, ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാനും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീഡിനെ ലോവർ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റിന് എത്ര സമയം എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നും കൂടെ നോക്കണം. എക്സാം പ്രഷറിന്റെ സമയത്ത് നമുക്കത് സോൾവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രഷറും കൂടെ വരില്ല. അപ്പൊ അതുകൊണ്ട് എത്ര സമയം എടുത്താണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് എന്നും കൂടെ കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട്. ഇനി മാസ്റ്റർ അണ്ടർലൈങ് കൺസെപ്റ്റ്സ്. ഇപ്പൊ കൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിയററ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് കാണാപ്പാടം പഠിക്കല്ല, അണ്ടർസ്റ്റാൻഡ്, പ്രോബ്ലത്തിനെ മനസ്സിലാക്കുക, എന്നിട്ട് ആ കൺസെപ്റ്റ് നല്ലപോലെ പഠിക്കുക. നിങ്ങൾ ജസ്റ്റ് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തിയറംസ് ആയാലും പ്രൂഫ്സ് ആയാലും എല്ലാം നിങ്ങൾ മറന്നുപോകും. അണ്ടർസ്റ്റാൻഡ്, ഒരു ക്വസ്റ്റിനെ മനസ്സിലാക്കുക, ആ ക്വസ്റ്റിനെ മനസ്സിലാക്കി ആ മെത്തേഡ് പഠിച്ചു വെക്കുക. മെത്തേഡ് ജസ്റ്റ് ഓക്കെ, ആദ്യം ഏഗൻ വാല്യൂ കണ്ടുപിടിക്കണം, ഏഗൻ വെക്ടർ കണ്ടുപിടിക്കണം, ഡയഗണലൈസ് ചെയ്യണം, ഇങ്ങനെ വാ കൊണ്ട് പറയാനല്ല, ജസ്റ്റ് ഡു ക്വസ്റ്റ്യൻസ്. ഓക്കെ, 2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുക. തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ ത്വര നിങ്ങൾ കാണിക്കണം. ഓക്കെ, റിവ്യൂ സൊല്യൂഷൻസ് ക്രിട്ടിക്കലി. അതായത് ഇഗ്നോ മോഡൽ ആൻസേഴ്സ് നമ്മൾ തരികയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആണ്, ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കുറെ എഴുതിയത് കൊണ്ടോ കുറെ കാൽക്കുലേഷൻ ചെയ്തത് കൊണ്ടോ ഇഗ്നോന്ന് മാർക്ക് കിട്ടണം എന്നില്ല. ഇറ്റ് ഇസ് ഫോർ ദ ക്ലാരിറ്റി, കറക്റ്റ്നെസ് ആൻഡ് പ്രിസൈസ്. ആ പ്രിസൈസ് ആയിട്ടുള്ള ആ ഒരു ആൻസറിനാണ് അവര് മാർക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ എഴുതിയത് കൊണ്ടോ കുറെ കാൽക്കുലേഷൻസ് ചെയ്തു എന്നുള്ളത് കൊണ്ടോ മാർക്ക് കിട്ടാനില്ല. എസെൻഷ്യൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യുന്നതിനും ആൻസർ കിട്ടുന്നതിനുമാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റ് പറയാണ്. അതായത് ജോർദൻ കാനോണിക്കൽ ഫോമിന് 90% പ്രോബബിലിറ്റി ആണുള്ളത്, വെരി ഹൈ ചാൻസ്. അതായത് 9 ഔട്ട് ഓഫ് ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 9 എണ്ണത്തിലും ജോർദൻ കാനോണിക്കൽ ഫോം വന്നിട്ടുണ്ട്. അപ്പൊ ജോർദൻ കാനോണിക്കൽ ഫോം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നുള്ളത് QR ഡീകമ്പോസിഷനും സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനുമാണ്. അതിന് 80% ഉണ്ട്. അതായത് 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 8 എണ്ണത്തിലെങ്കിലും ഈ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചാൻസസ് ഹൈ ആണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഹൈ ആയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സിന്റെ കാര്യമാണ്. 7 ഔട്ട് ഓഫ് ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഡയഗണലൈസബിലിറ്റി, സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അത് 60% ആണ്. 6 ഔട്ട് ഓഫ് ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. പിന്നെ നോക്കുമ്പോഴത്തേക്കും 50% വരുന്നത് സ്പെക്ട്രൽ ഡീകമ്പോസിഷനും പിന്നെ നമ്മുടെ ജോർദൻ ഫോം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു 50% ചാൻസ് ആണുള്ളത്, കാരണം 5 ടൈംസ് ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ 40, 30, 20 ആ ഒരു റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, യൂണിറ്ററി സിമിലാരിറ്റി മെട്രിസസ്, പിന്നെ മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ്, ആ ഒരു മെത്തഡ്, പിന്നെ ഡിസ്ക്രീറ്റ് സിസ്റ്റം എവല്യൂഷൻ, ഇതൊക്കെ റെയർലി ആയിട്ട് സബ്പാർട്ടൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ലാസ്റ്റ് സീൻ ഡിസംബർ 2021 ആണ്. നമ്മുടെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ലാസ്റ്റ് കണ്ടിരിക്കുന്നത് ഡിസംബർ 2021 ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം അത് ചോദിച്ചിട്ടില്ല. പിന്നെ ഇതും റെയർ ആണ്, യൂണിറ്ററി റെയർ ആണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇത് വിട്ടുകളയാൻ പറ്റില്ല, കാരണം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇതില് മെട്രിക്സ് ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ജോർദൻ ഫോം എന്ന് പറയുന്നത് വേരിയസ് ഇത് ചോദിച്ചിട്ടുണ്ട്, ബട്ട് ഫോക്കസ് ഡിഫറെന്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടൊക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടല്ല ബട്ട് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതനുസരിച്ചിട്ടാണ് ഹൈ, മീഡിയം പ്രയോറിറ്റി, അതായത് 70%ഓളം പ്രയോറിറ്റി വരുന്നതിനാണ് നമ്മൾ ഹൈ എന്ന് പറയുന്നത്. ചിലതിന് 90% വരെ വരുന്നത് കണ്ടല്ലോ ജോർദൻ കാനോണിക്കൽ ഫോം. ലെസ് ദാൻ 40% ഒക്കെ വരുന്നത് നമുക്ക് ലോ പ്രയോറിറ്റി, മറ്റേത് മീഡിയം പ്രയോറിറ്റി ആണ്. ഓക്കെ, അതാണ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഫുട് നോട്ട്സ്. ഓരോ ഫുട് നോട്ട്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പം 9 ഔട്ട് ഓഫ് ലാസ്റ്റ് 10 പേപ്പേഴ്സ് നോക്കുമ്പോൾ ജോർദൻ കാനോണിക്കൽ ഫോം ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഫോമിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോർദൻ കാനോണിക്കൽ ഫോം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി 8 ഔട്ട് ഓഫ് 10 QR ഡീകമ്പോസിഷൻ ചോദിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ SVD ഓർ MVP ഇൻവേഴ്സ് കൺസിസ്റ്റന്റ്ലി പ്രസന്റ് റീസെന്റ് പേപ്പേഴ്സ് ഓൾസോ. അത് റീസെന്റ് ആയിട്ടുള്ള എല്ലാ പേപ്പേഴ്സിലും SVD ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഏരിയ വളരെ റെലവെന്റ് ആണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പിന്നെ പോസിറ്റീവ് ഡെഫിനിറ്റ്നെസ് ഒരു 2 to 3 മാർക്കിന് കൺസെപ്ച്വൽ അല്ലെങ്കിൽ റെഗുലർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ട്രൂ ഓർ ഫോൾസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഡയഗണലൈസബിലിറ്റി മെട്രിക്സിൽ ഓപ്പറേറ്റേഴ്സിൽ അതിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ തന്നെ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ പ്രൂഫ് ആയിട്ടും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടും രണ്ടുമായിട്ട് ചോദിച്ചിട്ടുണ്ട് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ ഓൾട്ടർനേറ്റീവ് ജോർദൻ ഫോം മിനിമൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഒക്കെ ഒരു സ്റ്റഡി റെക്കറൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ മെട്രിക്സ് റെപ്രസെന്റേഷൻ പ്രോബ്ലംസ് ഫോർ ട്രാൻസ്ഫോർമേഷൻ അപ്പിയർ ഇൻ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ PYQ. ഹാഫ് ഓഫ് ദ PYQല് മെട്രിക്സ് റെപ്രസെന്റേഷന്റെ പ്രോബ്ലംസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ത്രീ സൈക്കിൾസ് ഒക്കെ മാത്രം റീസെന്റ് ആയിട്ട് വരുന്ന അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഹൈ പ്രോബബിലിറ്റി പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് ആൽഗരിതംസ്, ഫോർമുലാസ്, അതൊക്കെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് നല്ലപോലെ വർക്ക് ചെയ്ത് നോക്കണം. ഈ ജോർദൻ ഫോം ആയിക്കോട്ടെ, SVD ആയിക്കോട്ടെ, QR ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് 2 ലെങ്ത് ക്വസ്റ്റ്യൻസ് പെർ ടോപ്പിക്. അതായത് നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ഇതിപ്പോ എനിക്ക് ചെയ്യാൻ അറിയാലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്പീഡും ആക്യുറസിക്കാണ് നമ്മൾക്ക് ഇവിടെ മാർക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചെയ്ത് തന്നെ നോക്കുക. ആ ഒരു എക്സാം കണ്ടീഷന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അത് ചെയ്ത് നോക്കുക. പിന്നെ വീണ്ടും ഈ സൊല്യൂഷൻസ് ടീച്ച് ബാക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് സൊല്യൂഷൻസ് വരുന്നത്, പ്രോബ്ലംസ് അനലൈസ് ചെയ്യുന്നതൊക്കെ ഒരുപാട് നല്ലതാണ് നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ മീഡിയം പ്രോബബിലിറ്റി വരുന്നതിന് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് പ്രൂഫ്സ് ഒക്കെ ആക്കിയിട്ട് നിങ്ങളിങ്ങനെ കുറച്ച് കുഞ്ഞു പ്രൂഫ്സ് ആക്കിയിട്ട് എഴുതിയിട്ട് ഫ്ലാഷ് കാർഡ്സ് അങ്ങനെയല്ല, നിങ്ങൾ ചെറിയ ഇതിലേക്ക് ഇങ്ങനെ എഴുതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്ത് എഴുതിയൊക്കെ പഠിക്കുക. പിന്നെ മിക്സ്ഡ് ടോപ്പിക്സ് നിന്ന് വരുന്ന നമ്മുടെ ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. അതായത് ഇത് ഏത് ഏരിയയിൽ നിന്ന് വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇത് ഇന്ന ഏരിയയിൽ നിന്ന് ഇന്ന ടോപ്പിക്കിൽ നിന്ന് വരുത്താം, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്താനായിട്ട് പറ്റും. പിന്നെ എറർ കറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എറർ കറക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ തെറ്റ് നമുക്ക് തന്നെ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ഏറ്റവും കൂടുതൽ ഈ മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ചെറിയ മിസ്റ്റേക്സ് വരുന്നത്. വളരെ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും. അത് തുടക്കത്തിൽ സംഭവിച്ചാൽ ഹോൾ ആൻസർ വിൽ ബി റോങ്. ഇനി അത് അവസാനത്തിൽ സംഭവിച്ചാൽ നമ്മുടെ ഫൈനൽ ആൻസർ വിൽ ബി റോങ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോടുകൂടെ അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. പ്രസൻസ് ഓഫ് മൈൻഡ് ഒരിക്കലും കളയരുത്. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇതിന്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ലാഘവത്തോടു കൂടി എടുക്കാതെ ജസ്റ്റ് കീപ് എൻ ഐ ഓൺ ദ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും ബ്ലണ്ടേഴ്സ് എഴുതി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കീപ് എൻ ഐ ഓൺ ദാറ്റ്. ഓക്കെ, പിന്നെ ലോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സമ്മറി നോട്ട്സ്, ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ് ഒക്കെ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കോർ റിവിഷൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഹൈ പ്രയോറിറ്റി ടു ലോ പ്രയോറിറ്റി വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ഒരു സ്ട്രിപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് ഷൂസ് ദ മീഡിയം പ്രയോറിറ്റി, ഡാർക്ക് റെഡ് ഷൂസ് ദ ഹയർ പ്രയോറിറ്റി ആൻഡ് യെല്ലോ ഷൂസ് ദ ലോവർ പ്രയോറിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. 1.5 hours ആണ്, 25 marks ആണ് നിങ്ങൾക്ക് വരുന്നത്. There are 5 questions in the paper. The 5th question is compulsory. Do any 3 of the questions from 1 to 4. Use of calculators is not allowed. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇതിൽ അലൗഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. So the first question is a transformation, linear transformation question ആണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളോട് സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ടുള്ള R2 ബേസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറയുന്നത്. ലെറ്റ് T റൺസ് ഫ്രം T² to R², അതായത് R to R ട്രാൻസ്ഫോർമേഷൻ ആണ്. ഡിഫൈൻഡ് ബൈ T of X is equal to 2x minus y 3x plus 4y. Find the matrix T relative to the standard basis of R². നെ ബേസ് ചെയ്തിട്ടാണ്. Then use the change of basis formula to find its matrix with respect to the basis 1, 1 minus 1 of R². ഇത് ഏതിൽ നിന്ന് വരുന്നത്? ആ ബ്ലോക്ക് 1ലെ ട്രാൻസ്ഫോർമേഷൻ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മുടെ മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള QR decomposition. Find the QR decomposition of the matrix B is equal to 1, 1, 2, 3.
ഷോ ഓൾ ദ സ്റ്റെപ്സ്. സോ യു ഹാവ് ടു ഷോ ഓൾ ദ സ്റ്റെപ്സ്. ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 QR ഡീകമ്പോസിഷൻ എന്ന് വരുന്നതാണ്. Now consider the system of differential equation. Dx by dt is equal to 1, 2, 3, 4 matrix 1, 2, 3, 4 x with initial condition x of 0 is equal to 1, 0 all raised to t. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ഫോർ എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടിക്ക് സോൾവ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇത് ബ്ലോക്ക് 1 സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. യൂസ് SVD ടു കമ്പ്യൂട്ട് മോർ പെൻറോസ് ഇൻവേഴ്സ് ഓഫ് എ. അതായത് ഇൻവേഴ്സ് എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം യൂസിങ് മോർ പെൻറോസ് ഇക്വേഷൻ. അതിന് 3 മാർക്സ് ആണ്. ആൻഡ് ഈസ് ദ മെട്രിക്സ് സി പോസിറ്റീവ് ഡെഫിനിറ്റ്. പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? ആണ് അല്ലെങ്കിൽ അല്ല. സോ ദ മെട്രിക്സ് ഗിവൺ മെട്രിക്സ് സി ഇസ് എ പോസിറ്റീവ് ഡെഫിനിറ്റ്. So the given matrix C is not a positive definite എന്നുള്ളതായിരിക്കണം അവസാനത്തെ ലൈൻ കൺക്ലൂഷൻ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതുപോലെ തന്നെ ഇതിന്റെ അവസാനം കിട്ടുന്ന ഇൻവേഴ്സ് ഓഫ് എ കീപ് ഇറ്റ് ഇൻ എ ബോക്സ്. ഓക്കെ, ഇറ്റ് വിൽ ബി അപ്പീലിംഗ്. 2 മാർക്സ് ആണ് ആ ക്വസ്റ്റ്യന് വരുന്നത്. പിന്നെ നമ്മുടെ ജോർദൻ കാനോണിക്കൽ ഫോം ഡി എന്ന് പറയുന്ന ഒരു എന്താ പറയാ മെട്രിക്സ് ഉണ്ട്. അതിന്റെ ബേസിസ് ഫോർ ഡി ടേക്കൺ ഇൻ ഇറ്റ്സ് ഫോം. അപ്പൊ ജോർദൻ കാനോണിക്കൽ ഫോം ഡയറക്ട്ലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന് 3 മാർക്സ് ആണ്. പിന്നെ റൈറ്റ് ഓൾ പോസിബിൾ ജോർദൻ കാനോണിക്കൽ ഫോം ഫോർ എ 4x4 മെട്രിക്സ് ഹൂസ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇസ് x-1 സ്ക്വയർ into x-2 square and whose minimal polynomial is x-1 into x-2. മിനിമൽ പോളിനോമിയൽ തന്നിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജോർദൻ കാനോണിക്കൽ ഫോം കണ്ടുപിടിക്കാനാണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണത്. ഇനി ഇതെല്ലാം കമ്പൽസറി ആണ്. ഇത് നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം എന്നുള്ളതാണ്. State whether the following statements are true or false. Justify your answer with a short proof or a counter example, whichever it is appropriate. Okay, every matrix is real, distinct eigenvalues is diagonalizable over R. Diagonalizability എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യുക. വെദർ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ അവസാനത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. If a matrix is unitary, then all its singular values are 1. അതൊരു എക്സാമ്പിൾ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പ്രൂഫ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഏതായാലും പ്രശ്നമില്ല. ബട്ട് പറഞ്ഞതുപോലെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നായിരിക്കണം അവസാനത്തെ സെന്റൻസ്. ഇനി ഇപ്പൊ ഹെർമിഷ്യൻ മെട്രിക്സ് ഇസ് nilpotent, then it must be the zero matrix. നോർമൽ ഓപ്പറേറ്റേഴ്സ് ഇന്ന് വരുന്നതാണ്. അത് വളരെ കുറവ് പ്രയോറിറ്റിയിൽ വരുന്നതാണ്. ബ്ലോക്ക് 2 നോർമൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻസ്. പിന്നെ മോർ പെൻറോസ് ഇൻവേഴ്സ് ഓഫ് എ നോൺ സ്ക്വയർ മെട്രിക്സ് ഓൾവേസ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് യൂണീക്ക്. അത് വരുന്നുണ്ട്. നമ്മുടെ ബ്ലോക്ക് 2 വരുന്നതാണ്. സം ഓഫ് 2 പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. ഇതും 2 മാർക്കിന്റെ ഇതെല്ലാം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെല്ലാത്തിനും 2 മാർക്ക്. അപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് 10 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് മിക്സ്ഡ് സെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മിക്സ്ഡ് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഇത് തന്നെ നോക്കിയറിയാം. ഒന്ന് ബ്ലോക്ക് 2 പിന്നെ ബ്ലോക്ക് 1 പിന്നെ ബ്ലോക്ക് 2 അത് തന്നെ ഡിഫറെന്റ് യൂണിറ്റ്സ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജോർദൻ കാനോണിക്കൽ ഫോം, ഡയഗണലൈസബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 1 ബ്ലോക്ക് 2 റിലേറ്റീവ്ലി സെയിം ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സോ ഇത് നല്ല രീതിക്ക് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നല്ലപോലെ സമയം കണ്ടെത്താനായിട്ട് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടായിരിക്കില്ല വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്യുമ്പോൾ പകുതി വഴി വെച്ച് തെറ്റാനൊക്കെയുള്ള ചാൻസസ് ആണ് കൂടുതൽ വരുന്നത്. സോ അതിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആണ് എഴുതുന്ന ക്വസ്റ്റ്യൻ അത്രയും കറക്റ്റ് ആയിട്ട് നമുക്ക് ഫുൾ മാർക്സ് കിട്ടുക എന്നുള്ളത്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ എഴുതിയോ അതിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ടോട്ടലി നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും മാർക്സ്. നിങ്ങൾ മോർ ദാൻ പാസിബിൾ മാർക്സ് ഒക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു അനാലിസിസ് നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. സോ ഓൺ ബിഹാഫ് ഓഫ് ദി ഹോൾ ലേൺവൈസ് ടീം, ഇപ്പോ ജൂൺ 2025 എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ഞങ്ങളുടെ ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. സോ താങ്ക് യു ഗൈസ്.